ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഈ ബോർഡിൽ, അതായത് സെറ്റ് ബോക്സിൻ്റെ ബോർഡാണിത്, ഏത് ബോർഡിലെയും ഫ്ലാഷ് എ സി നമുക്ക് ബ്ലോവറൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ വർക്ക് സ്റ്റേഷൻ ഇല്ലാതെ എങ്ങനെ റിമൂവ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇത് നോക്കുക, ഇതാണ് നമ്മളിതൊരു ബോർഡ് വെച്ച് ചെയ്യാൻ വേണ്ടി ഒരു ലെൻസും ഒരു സ്റ്റാൻഡും കൂടി അവന് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഓൺലൈൻ വാങ്ങിച്ചതാണ്. ഇതാണ് സംഭവം. ഇതൊരു 389 രൂപ, 400 അടുത്ത് വിലയാവും. നമുക്ക് സ്വന്തമായിട്ട് അത്യാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റും. ലെൻസും ഉണ്ട്. ഈ ലെൻസിലൂടെ നമുക്ക് ചെയ്യാവുന്ന ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രോഗ്രാം ഐ സി. അതിനകത്ത് നമ്മൾ അങ്ങനെ ചെയ്യാമെന്നാണ് ഈ കാണിക്കുന്നത്. ഞാൻ ചെയ്യുന്നത് നിങ്ങൾ നോക്കുക, ഒരു ചെറിയൊരു കോപ്പർ വയർ നമ്മൾ ഈ ഇതിൻ്റെ ഐ സിയുടെ ഉള്ളിൽ കൂടെ ഇട്ടിട്ടുണ്ട്. ഈ ഐ സി ഇട്ട് കഴിയുമ്പം ഐ സി നമുക്ക് ഈസി ആയിട്ട് സോൾഡറിങ് ചൂടാക്കിയിട്ട് നമ്മൾ എടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്തതാണ്, ഒരു ഐ സി റിമൂവ് ചെയ്തതാണ്. നോക്കുക, ഈ ഐ സി റിമൂവ് ചെയ്തതാണ് നമ്മൾ. ഈ ഐ സി റിമൂവ് ചെയ്ത് നമ്മളിതാ ഇവിടെ ഐ സികൾ വെച്ചിട്ടുണ്ട്, പ്രോഗ്രാം ഐ സികൾ. ഇത് 4 MB ഉണ്ട്, അതുപോലെ തന്നെ 4 MB ഉണ്ട്, അതുപോലെ തന്നെ 8 MB ഫയൽ ചെയ്യുന്ന, അതായത് 25Q 32 64 രണ്ടും ഐ സികളുണ്ട്. ഇത് ഊരിയെടുത്ത് കഴിയുമ്പം നോക്കുക, ഇവിടെ ഇതുപോലെ ഇരിക്കും. ബോർഡൊന്ന് ക്ലീൻ ചെയ്യുക. ക്ലീൻ ശേഷം നമ്മൾ അതിനകത്തേക്ക് ഐ സി പ്ലേസ് ചെയ്യുക. എന്നിട്ട് പതിയെ സോൾഡർ ചൂടാക്കിയിട്ട് വെറുതെ വെച്ചാൽ മതി. ഇപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇതുണ്ട്, ഒരു കോപ്പർ വയർ കത്തിട്ടുണ്ട്. ഈ കോപ്പർ വയർ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടുക. ഉള്ളിലേക്കിട്ടിട്ട് പതിയെ നമ്മൾ ഈ സൈഡിൽ നിന്ന് ചൂടാക്കി കൊടുക്കുക. ചൂടാക്കി കൊടുത്തിട്ട് ഈ സൈഡ് ഇവിടെ ചൂടാക്കി കൊടുത്തിട്ട് ഈ സൈഡ് പതിയെ ഒന്ന് പൊക്കുക. ഒത്തിരി പൊക്കരുത്, പ്രിൻറ്റ് പറഞ്ഞു പോകും. പതിയെ ഒന്ന് പൊക്കുക. അത് കഴിഞ്ഞിട്ട് ഇപ്പുറ സൈഡ് ഇതുപോലെ ഇടുക, ചൂടാക്കുക, പതിയെ പൊക്കുക. അങ്ങനെ പൊക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഐസിങ് പോരും. പതിയെ ചെയ്യാവുള്ളൂ, കാരണം ഒരു പരിധി കൂടുതൽ ബലം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രിൻറ്റ് പറഞ്ഞു പോകും. പിന്നെ അതിനകത്ത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഈസി ആയിട്ട് അത് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി പതിയെ അങ്ങ് എടുത്താൽ മതി. പിടിച്ച് വെച്ചിരിക്കുകയാണ്. നമ്മളത് ആ വയറെടുത്തിട്ട് പതിയെ സ്ക്യൂസർ വെച്ചിട്ട് ഉണ്ടോ, ഈസി ആയിട്ട് പോരും. അതായത് ഐ സി ഇത് അഡോബോക്സ് 6 അതിൻ്റെ ബോർഡാണ്. ബോർഡിൽ നിന്നാണ് ഐ സി ഇപ്പോൾ ഊരിയത്. ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട്, ഇതിന് കുറച്ചുകൂടി സ്പേസ് ഉണ്ട്, അതായത് നമുക്ക് ഊരാൻ വേണ്ടി നോക്കുക, ഇതിന് ഊരാൻ വേണ്ടി കുറച്ച് സ്പേസ് ഉണ്ട്. അതുകൊണ്ട് ഇവിടെ തട്ടൊന്നുമില്ല, സുഖമായിട്ട് നമുക്കിത് ഊരാൻ പറ്റും. ഇതൊക്കെ വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി. അത് നമ്മളൊന്ന് സോൾഡറിങ് അയൺ കൊണ്ട് പതിയെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഐസ് പതിയെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ ഈ ബോർഡിൽ ഇച്ചിരി സ്പേസ് കുറവാണ്. നോക്കുന്നുണ്ട്, ശകല സ്പേസ് കുറവാണ്. നമുക്കിവിടെ ഇവിടെ നിന്ന് തട്ടാതെ എടുക്കണം. വളരെ ശ്രദ്ധിച്ചെടുക്കണം. ഇവിടെ ഒരു റെസിസ്റ്റർ ഇരിപ്പുണ്ട്, അതൊന്നും ചൂടായി പോകരുത്. വളരെ ശ്രദ്ധിക്കണം. ഈ റെസിസ്റ്റർ, ഈ രണ്ട് ഇവിടെ റെസിസ്റ്റർ ഉണ്ട്, ഇവിടെ റെസിസ്റ്റർ ഉണ്ട്. ഈ റെസിസ്റ്റർ ടച്ച് ചെയ്യാതിരിക്കണം. ഇത് GX 6605 ബോർഡാണ്. അത് സൂക്ഷിച്ചെടുത്തിട്ട് അതിൻ്റെ പ്രിൻറ്റ് പൊടിഞ്ഞു പോകും. ഇത് കുറച്ചുകൂടി സ്ട്രോങ്, ഇച്ചിരി നല്ല പ്രിൻ്റാണ്, ബോർഡുമാണ്. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക. പുതിയ ഐ സി പ്രോഗ്രാം ചെയ്യുക. ഈ ഐ സി തന്നെ ഇട്ട് പ്രോഗ്രാം ചെയ്യുക. പ്രോഗ്രാം ചെയ്തിട്ട് ഒന്ന് വച്ച് ജസ്റ്റ് സോൾവ് ചെയ്താൽ മതി. വയ്ക്കുക, പുതിയ ഒന്ന് ചൂടാക്കി കൊടുക്കുക. അത്രേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ഫ്ലാഷ് ഐ സി വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഐ സി ഇവിടെ വച്ചിട്ടുണ്ട്. പതിയെ ഒന്ന് ചൂടാക്കി കൊടുക്കുക. ഇതിൻ്റെ സൈഡിൽ കൂടെ ചുമ്മാ ഒന്ന് ഓടിച്ചാൽ മതി. ഒന്ന് ഓടിച്ചാൽ മാത്രം മതി. പതിയെ പ്രസ് ചെയ്തിട്ടൊന്ന് ഓടിച്ചാൽ മാത്രം മതി. നോക്കുക, നിങ്ങൾ പതിയെ ഒന്ന് ചൂടാക്കിയാൽ മതി. ഓക്കെ, പ്രസ് വെച്ചിട്ട് അല്പം ഈ ടേപ്പ് ഇത് വയ്ക്കണം, നമുക്ക് ഈ പേസ്റ്റ് വയ്ക്കണം, എന്നിട്ട് വെച്ചാൽ മതി.
കുഴപ്പമില്ല. അത്യാവശ്യം അത് ജസ്റ്റ് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടിച്ചെടുക്കുന്നതിന് എളുപ്പമാണ്. പതിയെ ചൂടാക്കി കഴിഞ്ഞാൽ അടിച്ചു കിട്ടും. അപ്പോൾ ഇതുപോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് ബോർഡിൽ IC അഴിച്ചിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ചെയ്യണം. ഇപ്പോൾ 8MB ഫയൽ ചെയ്യാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. 8MB ഫയലും ചെയ്തിട്ടുണ്ട്. പ്രോഗ്രാം ചെയ്തിട്ടാണ് ഇട്ടത്. നമ്മൾ ഈ ബോക്സ് അതായത് ഞാൻ ഒരു IR ഇതിനകത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഡിസ്പ്ലേ ഒരു ലൈറ്റും അതായത് നമ്മുടെ LED ബൾബും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് മാത്രം വെച്ചിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. സെറ്റ് ഓഫ് ബോക്സ് ആയിട്ട് ഇത് ഉപയോഗിക്കുന്നു. നമുക്ക് ഫ്രണ്ട് പാനലൊന്നുമില്ല, ഒന്നുമില്ല. പിന്നെ ഇവിടെ USB ഉണ്ട്, അതുപോലെ തന്നെ HDMI USB ഉണ്ട്, HDMI കേബിൾ ഉണ്ട്. ഈ ബോർഡ് ഞാൻ വാങ്ങിച്ചതാണ്. 500 രൂപയാണ് ബോർഡിനായത്. GX 6605S ബോർഡാണ്. ഓക്കെ.